ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ധനീസ് കിച്ചൻ. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് മസാല മഖാനയാണ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു ബൗൾ മഖാനയാണ് എടുത്തിട്ടുള്ളത്. ഇനി സ്റ്റവ് ഓൺ ചെയ്തിട്ട് ഒരു പാൻ അടുപ്പത്ത് വെക്കുക. അതിനകത്തേക്ക് ഈ മഖാനയെല്ലാം ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം, നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ മഖാന നന്നായി ചൂടായി വരുമ്പോൾ അതിൻ്റെ ആ കളറൊക്കെ ഒന്ന് ചെറുങ്ങനെ ഒന്ന് മാറി വരും. അപ്പോൾ അതുവരെ നല്ല രീതിയിൽ തന്നെ നമുക്കിത് വറുത്തെടുക്കാം. മഖാന നന്നായിട്ട് വറുത്ത് വന്നു കഴിഞ്ഞാൽ ഇതുപോലെ കൈ വെച്ച് പ്രസ് ചെയ്യുമ്പോൾ അതിങ്ങനെ പൊടിഞ്ഞു വരും. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് നമുക്കിത് വറുത്തെടുക്കണം. ഇനി വറുത്തെടുത്ത ഈ മഖാനയെല്ലാം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതേ പാനിലേക്ക് തന്നെ ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ജീര പൗഡർ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ കായപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ചീനച്ചട്ടിയിൽ നെയ്യ് ആദ്യം ചൂടായ ഉടനെ തന്നെ തീ ഓഫ് ചെയ്തിട്ടാണ് ബാക്കി എല്ലാ പൗഡറും അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുത്തത്. ഇനി നമുക്കൊന്ന് സ്റ്റവ് ഓൺ ചെയ്യാം. എന്നിട്ട് അല്ലെങ്കിൽ എന്താ വെച്ചാൽ ഈ പൗഡറൊക്കെ ഇടുന്ന സമയത്ത് ഇതൊക്കെ കരിഞ്ഞു പോകും. അപ്പോൾ ചൂട് അധികം കയറി അത് കരിഞ്ഞ പോലെയാവും. അപ്പോൾ അതുകൊണ്ടാണ് ആദ്യം ഒന്ന് തീ ഓഫ് ചെയ്തിട്ട് ഇതൊക്കെ ആഡ് ചെയ്ത് കൊടുത്ത് അതിനുശേഷം ഒന്ന് തീ ഓൺ ചെയ്തിട്ട് സിമ്മിലിട്ടിട്ട് ഏറ്റവും ചെറിയ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ഇങ്ങനെ പൊടികളെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിനകത്തേക്ക് നമുക്ക് നേരത്തെ വറുത്ത് വെച്ച മഖാന കൂടി ആ ലോട്ടസ് സീഡ്സ് കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി മസാലകളെല്ലാം നന്നായിട്ട് പുരണ്ട് കിട്ടുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കിട്ടുന്ന രീതിയിലേക്ക് നമുക്കിതൊന്ന് നന്നായിട്ടൊന്നിങ്ങനെ ഇളക്കിയെടുക്കാം. എല്ലാ മസാലയും ഈ മഖാനേൻ്റെ മുകളിലേക്ക് ഒന്ന് മിക്സ് ചെയ്ത് കിട്ടണം. ഇനി കുറച്ച് കറിവേപ്പില എടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് റോസ്റ്റ് ചെയ്ത് കിട്ടുന്ന രീതിയിൽ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ മസാല മഖാന റെഡിയായി. ഇതിനി നമുക്ക് ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. വളരെ ഹെൽത്തി ആയിട്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കുട്ടികൾക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു നല്ല ഈവനിങ് സ്നാക്കാണിത്. എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താഴെയുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതായിരിക്കും. അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റായിട്ട് അറിയിക്കുക. ഇനിയും പുതിയ റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.